ചെറിയ കൂട്ടുകാർക്കെല്ലാം എൻ്റെ സ്നേഹവന്ദനം. എല്ലാ ചെറിയ കുഞ്ഞുങ്ങളും ബൈബിൾ വായിക്കുവാൻ തയ്യാറാകണം. ഇന്ന് ഞാൻ പറയുന്ന വാക്യം സങ്കീർത്തനം 30 അധ്യായം 2 വാക്യം. സങ്കീർത്തനം 30 അധ്യായം 2 വാക്യം. എൻ്റെ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ഒരു മനോഹരമായ വചനമാണ്. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനം 30 അതിൻ്റെ 2 വാക്യം ഞാൻ വായിച്ചു. എൻ്റെ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. ദൈവം സൗഖ്യമാക്കുന്ന കർത്താവ്. ഈ ലോകത്ത് യേശു വന്നപ്പോൾ യേശു അനേകരെ സൗഖ്യപ്പെടുത്തി അവരുടെ കഷ്ടതകളെല്ലാം മാറ്റി. കർത്താവ് യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് യാഗമായി തീർന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുപ്പച്ചൻ വീണ്ടും വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കും. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും സൗഖ്യദായകനായ യേശു മാത്രം. എൻ്റെ ജീവിതത്തിലും സൗഖ്യദായകനായ യേശുവിൻ്റെ കൂടെ വസിക്കുവാൻ കർത്താവ് വരുന്ന എല്ലാ സമയത്തെ ഓർത്ത് സ്തുതിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീടിയാക്കിയതുമില്ല. മുമ്പിലത്തെ വാക്യമാണ്. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീടിയാക്കിയതുമില്ല. നമ്മളെക്കുറിച്ച് സന്തോഷിപ്പാൻ ശത്രുക്കൾക്ക് കൊടുക്കുന്നില്ല. എന്താ? യേശു അത്ഭുതം ചെയ്യും. യേശുപ്പച്ചൻ്റെ അനുഗ്രഹത്താൽ നാം വസിക്കേണ്ടതാകുന്നു. എൻ്റെ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. യേശുവിനോട് നിലവിളിക്കുന്ന ബത്ലഹേമായി കുരുടൻ ആയ ഒരു മനുഷ്യൻ യേശുവിനെ നോക്കിയപ്പോൾ, യേശു കടന്നു പോയപ്പോൾ, അപ്പോൾ അവിടെ കടന്നു വന്ന് ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ദാവീദുപുത്ര, എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് ഉറക്കം നിലവിളിച്ചപ്പോൾ യേശു അവിടെ നിന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തി, കണ്ണ് സൗഖ്യപ്പെടുത്തി എന്ന് ബൈബിൾ വായിക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സൗഖ്യമാക്കുന്ന കർത്താവ് യേശു അവശ്യം സൗഖ്യമാക്കുന്നു. അനേകരെ സൗഖ്യമാക്കും. മരിച്ച് ബാല കിടന്നപ്പോൾ യേശു അവിടെ വന്ന് ബാല എഴുന്നേൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ബാല എഴുന്നേറ്റു. ബാല പെൺകുട്ടി, കുഞ്ഞുകുട്ടിയാണ്. ആ കുട്ടി എഴുന്നേറ്റപ്പം ആ മരണത്തിൻ്റെ നിഴലിൽ നിന്ന് യേശു വിടുവിച്ചു. ലാസറിനെ ഉയർപ്പിച്ചു. ലാസർ മരിച്ചുപോയി. യേശു അവിടെ വന്ന് ലാസറിനെ ഉയർപ്പിച്ച് നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ്റെ എഴുതിയ ജോൺ അധ്യായത്തിലുണ്ട്. യോഹന്നാൻ എന്ന അധ്യായത്തിൽ ഉണ്ട്. 11-ാം അധ്യായം. യോഹന്നാൻ 11-ാം അധ്യായം. അപ്പോൾ അതുപോലെ നമ്മളും യേശുവിനെ പിൻപറ്റേണ്ടതാകുന്നു. യേശു പറയുന്ന വാക്കുകളെല്ലാം നമ്മൾ അനുസരിക്കേണ്ടതാകുന്നു. എൻ്റെ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. എന്നെ സൗഖ്യമാക്കുന്ന കർത്താവ് യഹോവ റാഫ, സൗഖ്യദായകൻ. കർത്താവ് നമ്മളെ വഴി നടത്തുന്ന കർത്താവ്. കഷ്ടതകളും പ്രയാസങ്ങളും പട്ടിണിയും ദുരിതവും അനുഭവിച്ചാലും യേശു എന്ത് പറയുന്നു? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. നന്ദി.